ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വിചാരിച്ച ഒരു കാര്യം വന്നെത്തിരിക്കുകയാണ്. വിനു വിജയ് എല്ലാവർക്കും അറിയാമല്ലോ. അനുവിൻ്റെ PR എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്, അല്ലാതെ ആർക്കും ഇയാൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വിനു വിജയിയെ നമ്മൾ അനുമോള് അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അവർ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. രണ്ടുപേരും അനുമോളും PR തമ്മിൽ തെറ്റി. രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ അനുമോള് വിനുവിനെയും വിനു അനുമോളെയും അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോ കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനുവിനെ ആദ്യം കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു കൂടെ നിന്ന് കുഴി വെട്ടുന്ന ആളാണ് ഈ PR എന്ന്. ഇപ്പം ഞാനാണ് PR എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി വരുന്ന ആളായിരുന്നു വിനു. അതെല്ലാവർക്കും അറിയാലോ. അതുപോലെ അനുമോളുടെ നമ്പർ 11,111 രൂപ തന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ പുറത്തേക്ക് കാണിച്ചപ്പോൾ ആ നമ്പർ ഫ്ലാഷായി, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അനുമോള് എന്തായി, നമ്പർ വരെ മാറ്റേണ്ട വന്നു. അപ്പോൾ അനുമോള് പൈസ കൊടുത്തു എന്ന് ആദ്യം കാണിക്കുന്നത് ആരാണ്? വിനു ആണ്. അനുമോൾ കൊടുത്തിട്ടില്ല എന്ന് അവിടെ പറയുമ്പോഴും. എന്നിട്ട് അനുമോൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞു 50,000 കൊടുത്തു എന്ന്. അപ്പോഴും വിനുവിനോട് ചോദിക്കുമ്പോൾ വിനു എന്താ പറയുന്നുണ്ടായിരുന്നേ? ഇല്ല, 50,000 തന്നിട്ടില്ല, അവൾ നുണ പറയുകയാണ്, എനിക്ക് 11,111 രൂപയെ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്പർ ഫ്ലാഷ് ആക്കി. അനുമോൾ പുറത്ത് വന്ന് ഫസ്റ്റ് ചെയ്തത് എന്താണ്? പുതിയ നമ്പർ എടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ നമ്പറിൽ 10,000 കോളൊക്കെ ഒരു ഡെയിലി വരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ ഈ ഫോൺ പൊക്കി പിടിച്ച് കാണിച്ചിട്ട്. അപ്പം അന്ന് തന്നെ കുഴി വെട്ടിയതാണ്. പിന്നെ ഇയാൾ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമായിരുന്നു, PR എന്ന് പറഞ്ഞിട്ട്. ഇയാൾക്കത് ഭയങ്കര സംഭവമായിരുന്നു അല്ലേ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു 50 ഡേയ്സ് ഞാൻ നിൽക്കില്ല, അനുമോൾ അവിടെ നിൽക്കില്ല 50 ഡേയ്സ്, ഞാനില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൊത്തിപ്പറിച്ചേനെ ആ പെണ്ണിൻ്റെ ഭാവി നശിപ്പിച്ചേനെ എന്നൊക്കെ പറഞ്ഞു. ആര് നശിപ്പിക്കും? ഇയാളില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് അനുമോൾ ജയിച്ചു പോരുകയും അനുമോൾക്ക് എല്ലാവരും പ്രശംസ കിട്ടുകയും ചെയ്തേനെ. ഈ PR പ്രശ്നത്തിലാണ് കുറേ പേര് അനുമോളായിട്ട് തെറ്റി നിൽക്കുന്നത് ഇല്ലേ. അപ്പം ഞാനില്ലെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നടക്കുന്നത്. എന്തിനാണ്? ഇയാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു സീസൺ 8th സീസൺ വരുമ്പോൾ ഇയാൾക്ക് വിനുവിന് എന്താണ് ഈ ഇപ്പോൾ 16 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കിട്ടുന്നത് 25 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലെ കുറേ നാടമുറിക്കലും കുറേ ഉദ്ഘാടന ചടങ്ങുകൾ ഇതൊക്കെ ഇയാൾ പിടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങനെ മേടിക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരരയെ തയ്യാറാക്കലായിരുന്നു അനുമോളായിരുന്നു. അപ്പോൾ അനുമോൾ അത് മനസ്സിലാക്കി എന്ന് തോന്നുന്നു. റീസൺ എന്താണെന്ന് വെളിവാക്കിയിട്ടില്ല. റീസണിൽ വരും കാലഘട്ടങ്ങളിൽ മനസ്സിലാവും എന്താണെന്ന് അല്ലേ. ഇനി അയാൾ അതിന് ശേഷം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഫ് യു ഫോക്കസ് ഓൺ ഹർട്ട് യു വിൽ കണ്ടിന്യൂ ടു സഫർ, ഇഫ് യു ഫോക്കസ് ഓൺ ദ ലെസൺ യു വിൽ കണ്ടിന്യൂ ടു ഗ്രോ. ഞാൻ അവസാനം ആ സ്റ്റോറി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ, ഈ ഫോട്ടോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേദനിപ്പിക്കാനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കേണ്ടതായിട്ട് വരും, നിങ്ങൾ അനുഭവിക്കും എന്നാണ് വിനു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഇത് അനുമോളെ അൺഫോളോ ചെയ്തതിന് ശേഷം. ഇനി നിങ്ങൾ പഠിച്ച പാഠങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ വളരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ വേദനിപ്പിച്ചു എന്ന് പറയുന്ന ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും, ഇയാളെ വേദനിപ്പിച്ചു, അപ്പോൾ നിങ്ങളത് ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. യു വിൽ കണ്ടിന്യൂ ടു സഫർ എന്നാണ് പറയുന്നത്. അവസാനം ആഡ് ചെയ്യാം കേട്ടോ, അയാൾ സ്റ്റോറി ഇട്ടിരിക്കുന്നത് ആഡ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ പ്രൊഫൈലിൽ ആ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് വിനു ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രൊഫൈൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ള പ്രൊഫൈലാണ്, അക്കൗണ്ടാണ് ഇപ്പോൾ അല്ലേ. പക്ഷേ അനുമോളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അനുമോൾ എല്ലാവരെയും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കും. അത് അനുമോളുടെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് ആ വിശ്വസിച്ച ആൾക്കാരെ മാത്രം കൂടെ കൂട്ടും. എന്നിട്ട് അവരെടുത്ത് മറ്റവരെ കുറിച്ചിട്ടും ഇവരെ കുറിച്ചിട്ടും സ്വന്തം കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് തുറന്നു പറയും, കുറച്ച് കൂട്ടിയും പറയും. അതും കൂടുതൽ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പറയും. അപ്പോൾ അവരതൊക്കെ സ്റ്റോറി ഇത് വയ്ക്കും. ഇതൊക്കെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അനുമോൾക്ക് എതിരെ പണി കൊടുക്കും. പക്ഷെ അനുമോൾ ഇതൊന്നും അറിയില്ല. അനുമോൾ ഇതൊക്കെ അവരന്തമായി, നമുക്ക് ആദില നൂറയുടെ കാര്യം തന്നെ നമുക്കറിയാം, ശൈത്യയുടെ കാര്യം നമുക്കറിയാം. ഇങ്ങനെ അന്ധമായി വിശ്വസിച്ച് അവരിൽ നിന്ന് കുറേ പണികൾ മേടിച്ചു കൂട്ടുക. ഇപ്പോൾ വിനുവിൽ നിന്നും കുറേ പണികൾ മേടിച്ചു കൂട്ടാനാണ് അനുമോൾ പോകാൻ നിൽക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒത്തു കളിക്കുന്ന ഒരു സംഭവമാണോ എന്ന് നമുക്കറിയുകയില്ല. എന്താണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട്. തെറ്റാതെ അൺഫോളോ ചെയ്യില്ലല്ലോ. ഇത്രയും നാളും ഹാൻഡിൽ ചെയ്തിരുന്ന ആളാണ് വിനു. ആ വിനുവിനെ അൺഫോളോ ചെയ്ത് വെക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിനു ഇട്ട സ്റ്റോറി എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചോളൂ കേട്ടോ സ്റ്റോറി. ഇഫ് യു ഫോക്കസ് ഓൺ ഹർട്ട് യു വിൽ കണ്ടിന്യൂ ടു സഫർ, ഇഫ് യു ഫോക്കസ് ഓൺ ദ ലെസൺ യു വിൽ കണ്ടിന്യൂ ടു ഗ്രോ എന്നാണ് പറയുന്നത്. ഇത് അനുമോൾക്ക് ഇട്ട് വെച്ചതായിരിക്കാം. അൺഫോളോ ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്തതല്ലേ, അറിയില്ല. ഇനി വരും കാലഘട്ടത്തിൽ